الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالت إن الملوك إذا دخلوا قرية أفسدوها وجعلوا أعزة أهلها أذلة وكذلك يفعلون وإني مرسلة إليهم بهدية فناظرة بما يرجع المرسلون فلما جاء سليمان قال أتمدونني بمال فما آتاني الله خير مما آتاكم بل أنتم بهديتكم تفرحون ارجع إليهم فلنأتينهم بجنود لا قبل لهم ولنخرجنهم منها أذلة وهم صاغرون സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രവാചകത്വത്തോടൊപ്പം അനിതര സാധാരണമായ പ്രതാപശക്തിയും അതിശക്തമായ ഭരണാധികാരവും ഒത്തിണങ്ങി ലഭിച്ച രണ്ട് മഹാരാജാക്കന്മാരായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ അവരുടെ ചരിത്രം പരാമർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 27-ാം സൂറ നംലിലും 34-ാമത്തെ അധ്യായമായ സബയിലും കുറച്ചധികം അവരുടെ ചരിത്രം എടുത്തു പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ 27-ാം അധ്യായമായ നംലിലെ
34 മുതൽ 37 വരെയുള്ള വചനങ്ങളാണ് ഞാൻ ഓതിയത്. ആ വചനങ്ങളുടെ സാരങ്ങളിലൂടെ ആ വചനങ്ങൾക്ക് ഇന്നുള്ള പ്രസക്തി ഒന്ന് പരിശോധിക്കുകയാണ് അല്പസമയം ഇൻഷാ അല്ലാഹ്. ആദ്യം അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാം. ഖാലത്ത്, അവൾ പറഞ്ഞു, ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖറിയ, ഭരണാധികാരികൾ, രാജാക്കന്മാർ ഒരു നാട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അഫ്സദൂഹ, അതിൽ അവിടെ അവർ നാശമുണ്ടാക്കും, ഫസാദുണ്ടാക്കും. വജഅലൂ അഇസ്സത അഹ്ലിഹാ അദില്ല, ആ നാട്ടിലെ പ്രതാപികളായ ആളുകളെ നിന്ദ്യന്മാരും നീചന്മാരുമാക്കി മാറ്റും. കദാലിക യഫ്അലൂൻ, അപ്രകാരമാണ് അവർ ചെയ്യുക. വഇന്നീ മുർസിലത്തുൻ ഇലൈഹിം ബിഹദിയ്യ, അതുകൊണ്ട് ഞാൻ അവർക്ക് ഒരു പാരിതോഷികം നൽകാൻ വേണ്ടി ആളിനെ അയക്കുകയാണ്. ഫനാദിറത്തും ബിമ യർജിഉൽ മുർസലൂൻ, എന്നിട്ട് ആ പോകുന്ന ദൂതന്മാർ എന്ത് വാർത്തയുമായിട്ടാണ് മടങ്ങി വരിക എന്ന് നോക്കാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫലമ്മാ ജാഅ സുലൈമാൻ, അങ്ങനെ ദൂതൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കൽ ചെന്നപ്പോൾ ഖാല, സുലൈമാൻ നബി ചോദിച്ചു, അതുമിദ്ദൂനനി ബിമാലിൻ ഫമാ ആതാനി അല്ലാഹു ഖൈറും മിമ്മാ ആതാക്കും, നിങ്ങൾ എനിക്ക് സമ്പത്ത് നൽകി സഹായിക്കുകയാണോ നിങ്ങൾ എന്നെ? എനിക്ക് അല്ലാഹു നൽകിയതാകട്ടെ നിങ്ങൾ എന്ത് കൊണ്ടുവന്നാലും എന്ത് നൽകിയാലും അതിനേക്കാൾ ഉത്തമമായതാകുന്നു. ബൽ അന്തും ബിഹദിയ്യത്തിക്കും തഫ്റഹൂൻ, പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുവന്ന പാരിതോഷികം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടായേക്കാം, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇർജിഅ ഇലൈഹിം, ആ ദൂതനോട് പറയുകയാണ്, മടങ്ങിപ്പോ, എന്നിട്ട് അറിയിക്ക്. ഫലനഅ്തിയന്നഹും ബിജുനൂദില്ലാ ഖിബല ലഹും, പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത നിലയിലുള്ള വലിയ സൈന്യങ്ങളുമായി ഞാൻ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞേക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലനുഖ്രിജന്നഹും മിൻഹാ അദില്ലതൻ വഹും സാഹിറൂൻ, അവർ നിന്ദ്യന്മാരായിക്കൊണ്ട്, നിസ്സാരന്മാരായിക്കൊണ്ട്, അപമാനിതരായിക്കൊണ്ട് ആ നാട്ടിൽ നിന്ന് അവരെ നാം പുറത്താക്കുകയും ചെയ്യും എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ആ ദൂതനെ തിരിച്ചയക്കുന്നു. ഇതാണ് ഈ വചനങ്ങളുടെ സാരം. ഇതിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേര് പരാമർശിച്ചതോടുകൂടി ഏറെക്കുറെ നമ്മുടെ മനസ്സിലേക്ക് ആ രംഗം, ആ ചിത്രം വന്നിട്ടുണ്ടാകാം. ഇത് പറയുകയും പാരിതോഷികം കൊടുത്തയക്കുകയും ഒക്കെ ചെയ്തത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്ത് സബഅ് എന്ന് പറയുന്ന യമനിലെ പ്രദേശം, പുരാതന യമനിലെ പുരാതന സബഅ് എന്ന് പറയുന്ന ആ പ്രദേശം ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു പെണ്ണാണ്, ഒരു സ്ത്രീയാണ്, ഒരു രാജ്ഞിയാണ്. അവരുടെ പേര് ബൽഖീസ് എന്നാണ്. അപ്പൊ ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവിടെ ബൽഖീസ്. ഇതാണ് ഇവർ രണ്ടും ഈ ചരിത്രത്തിലേക്ക് കടന്നു വരുന്നതെന്ന് നാം മനസ്സിലാക്കുക. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചു, പ്രവാചകത്വത്തോടൊപ്പം വലിയ അധികാരവും അള്ളാഹു നൽകിയ രണ്ട് പ്രവാചകന്മാരാണ് ദാവൂദ് നബിയും സുലൈമാൻ നബിയും അലൈഹിമുസ്സലാത്തു വസ്സലാം. അതിൽ ദാവൂദ് നബിയുടെ അനന്തരാവകാശിയായി, പിൻഗാമിയായി വന്ന ആളാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ദാവൂദ് നബിയേക്കാൾ കൂടുതൽ പ്രതാപവും അധികാരവും അതുപോലെ തന്നെ പല സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അല്ലാഹു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് രണ്ടും ലഭ്യമായ ഈ അനുഗ്രഹങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇവർ രണ്ടാളും പറയുന്ന ഒരു വാചകം വിശുദ്ധ ഖുർആനിൽ ഇതേ സൂറത്തുൻ നംലിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ആ വചനം?
അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ സ്തുതി. അല്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ, വിശ്വാസികളായ ബഹുഭൂരിഭാഗം അള്ളാഹുവിന്റെ ദാസന്മാരെക്കാൾ ഞങ്ങൾക്ക് ശ്രേഷ്ഠതയും പദവിയും നൽകിയ അള്ളാഹുവിന്റെ സ്തുതി. ഒന്ന് ആലോചിച്ച് നോക്കുക. സാധാരണയായി ഒരു സ്ഥാനമാനമോ പദവിയോ അധികാരമോ ഒക്കെ വന്നാൽ ഇങ്ങനൊരു മനസ്സിലേക്ക് പോകൽ വളരെ കുറവാണ്. അധികാരം എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കാര്യമാണെന്നാണല്ലോ പലപ്പോഴും വിചാരിക്കാറുള്ളത്. പക്ഷെ ഇവരുടെ മനോഗതം എന്ന് നോക്ക് നമ്മൾ. ഇത് അള്ളാഹു ഞങ്ങൾക്ക് മറ്റാരെക്കാളും കൂടുതൽ നൽകിയ ശ്രേഷ്ഠതയാണ്, ഔദാര്യമാണ്. അതിന് അള്ളാഹുവിന്റെ സ്തുതി എന്ന് രണ്ടാളും കൂടി പറഞ്ഞതിന് ശേഷം പറയുകയാണ്, വരിസ സുലൈമാനു ദാവൂദ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദാവൂദ് നബിയുടെ അനന്തരാവകാശിയായി. വഖാല, എന്നിട്ട് സുലൈമാൻ നബി പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉല്ലിംനാ മന്തിഖത് തൈർ വഊതീനാ മിൻ കുല്ലി ശൈ ഇന്ന ഹാദാ ലഹുവൽ ഫളലുൽ മുബീൻ. ജനങ്ങളെ, നമുക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു മന്തിഖത് തൈർ, പക്ഷിയുടെ ഭാഷ. പക്ഷികൾ ആശയവിനിമയം നടത്തുന്ന ഭാഷയുടെ ആ സാരം മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ആർക്കാ വരെ കിട്ടിയിട്ടുള്ളത്? സുലൈമാൻ നബിയുടെ വാക്കുകളാണ്. എന്നിട്ട് പറഞ്ഞു, ഊതീനാ മിൻ കുല്ലി ശൈ, മറ്റു പലതും ഞങ്ങൾക്ക് നൽകപ്പെട്ടു. ഇതൊക്കെ ഇന്ന ഹാദാ ലഹുവൽ ഫളലുൽ മുബീൻ, അള്ളാഹുവിന്റെ വ്യക്തമായ ഫളിലാണ്, അനുഗ്രഹമാണ് എന്ന് സുലൈമാൻ നബിയും പറയുന്നു. എന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ ഈ ഉല്ലിംനാ മന്തിഖത് തൈർ, പക്ഷിയുടെ ഭാഷ അല്ലെങ്കിൽ അതിന്റെ ആശയവിനിമയം പഠിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് പ്രത്യേകം അടിവരയിടാൻ കാരണം, നാം ഈ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ്. ഏതോ ആകട്ടെ, ഞാൻ സൂചിപ്പിച്ചു സൂറത്തുൻ നംലിലും സബയിലും ഇവരുടെ ചരിത്രം പരാമർശിക്കുന്നു എന്ന്. സൂറത്തുൻ നംലിലെ 15 മുതൽ 44 വരെയുള്ള വചനങ്ങൾ ഈ ചരിത്രം മാത്രമാണ് പറയുന്നത് എന്ന് നാം തിരിച്ചറിയുക. ആ രംഗം ഒന്ന് നമുക്ക് ഇതിലേക്ക് എങ്ങനെ പോകുന്നു എന്ന് നോക്കാം. അടുത്തത്, അപ്പം എല്ലാത്തിനും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ജിന്ന്, ഇൻസ്, മനുഷ്യനും ജിന്നും, അതുപോലെ തന്നെ പക്ഷികൾ, പക്ഷിമൃഗാദികൾ, പിന്നെ പർവ്വതങ്ങൾ എന്ന് തുടങ്ങി എല്ലാം, കാറ്റ് എന്ന് തുടങ്ങി എല്ലാം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അധീനപ്പെടുത്തി കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. കഥയല്ലത്, ഖുർആൻ പറയുന്ന. ഇത്ര സൗഭാഗ്യം ആർക്കാ കിട്ടിയത്? സുലൈമാൻ നബിക്ക് കാറ്റ് അധീനപ്പെടുത്തി കൊടുത്തിട്ട് സുലൈമാൻ നബി നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് അത് സഞ്ചരിക്കുക. പർവ്വതങ്ങൾ ഇതുപോലെ എല്ലാം, പക്ഷികൾ എല്ലാം കീഴ്പ്പെടുത്തി കൊടുക്കപ്പെട്ടു. അതിനൊക്കെ അങ്ങേയറ്റം വിനയാന്വിതനാവുകയും ചെയ്തിട്ടുണ്ട്. ഉറുമ്പിന്റെ ആശയവിനിമയം ഒക്കെ ഇതേ അധ്യായത്തിൽ, നംല് എന്ന് പറഞ്ഞാൽ ഉറുമ്പ് എന്നാണ് അർത്ഥം. ഈ അധ്യായത്തിന്റെ പേര് തന്നെ നംല് എന്നാണ്. അപ്പൊ ആ സംഭവമൊക്കെ അവിടെ വിവരിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കടന്നു പോവുകയല്ല, അപ്പൊ കൂടുതൽ വിശദീകരിക്കേണ്ടി വരും. ഒരിക്കൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സൈന്യങ്ങളൊക്കെ അണിനിരത്തി ഇങ്ങനെ നോക്കുമ്പോൾ പക്ഷികളുടെ പക്ഷി സൈന്യത്തിൽപ്പെട്ട ഒരു പക്ഷിയെ കാണാനില്ല. അതിന്റെ പേര് ഖുർആൻ പറഞ്ഞത് ഹുദ്ഹുദ് എന്നാണ്. ഹുദ്ഹുദ് എന്ന് പറഞ്ഞാൽ ഭാഷാന്തരം മലയാളത്തിലേക്ക് എല്ലാവരും പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് മരംകൊത്തി എന്നാണ്. മരംകൊത്തി പക്ഷി. നമ്മളുടെ മനസ്സിലേക്ക് കയറി വരുന്ന ചെറിയ പക്ഷിയാണോ അല്ലാഹു അലം. ഏതായാലും ഹുദ്ഹുദ് എന്ന് പറയുന്ന സൈന്യത്തിൽപ്പെട്ട പക്ഷിയെ കാണുന്നില്ല. അപ്പൊ സുലൈമാൻ നബി പറഞ്ഞു, ഇത് എവിടെ പോയി? വ്യക്തമായ കാരണങ്ങൾ ബോധിപ്പിക്കാതെ ആണ് എങ്കിൽ അതിനെ ഞാൻ ശിക്ഷിക്കും. ശിക്ഷിക്കുക മാത്രമല്ല, അറുത്ത് കളയും ഞാൻ അതിനെ എന്ന് പറഞ്ഞു. അത്ര ഗൗരവത്തോടു കൂടി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ അധികം വൈകാതെ താമസം വിന ഈ പക്ഷി പറന്നു വരികയാണ്. വന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ അന്യായമായി പോയതൊന്നുമല്ല. ഞാൻ ഇപ്പോൾ വരുന്നത് സബയിൽ നിന്നാണ്. അവിടെ നിങ്ങൾക്കറിയാത്ത, നിങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത ഒരു സംഭവമാണ് ഞാൻ കണ്ടത്, ഞാൻ മനസ്സിലാക്കിയത്. എന്താണെന്ന് ചോദിച്ചു. അവിടെ ഒരു രാജ്ഞിയുണ്ട്. ആ രാജ്ഞിക്ക് അനിതര സാധാരണമായ, ആർക്കുമില്ലാത്ത ഒരു സിംഹാസനമുണ്ട്.
എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു രാജ്ഞിയാണ്. പക്ഷേ അവര് സൂര്യനാണ് സുജൂദ് ചെയ്യുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയിട്ട് വരികയാണ്. സൂര്യന് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, സൂര്യനെ ആരാധിക്കുന്ന വിഭാഗമാണ് അവർ എന്ന് ഞാൻ മനസ്സിലാക്കി. ആ രാജ്ഞിയെ കുറിച്ചും ആ രാജ്യക്കാരെ കുറിച്ചും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ സുലൈമാൻ നബി പറഞ്ഞു, നോക്കട്ടെ, നീ പറഞ്ഞത് ശരിയാണോ എന്ന് ഞാൻ പരിശോധിക്കട്ടെ. എന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കത്ത് എഴുതി തയ്യാറാക്കി ഈ ഹുദ്ഹുദിനെ ഏൽപ്പിച്ചു. സാധാരണ മുമ്പ് പല ചരിത്രത്തിലൊക്കെ നമ്മൾ വായിക്കാറുണ്ട്, പക്ഷികൾ ദൂതുമായി പോകുന്ന, അങ്ങനെയുള്ള ഒരു ദൂതുമായി പോകുന്ന കേവലം ഒരു പക്ഷിയായിട്ട് ഹുദ്ഹുദിനെ കാണാൻ പറ്റില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനോട് പറഞ്ഞു, നീ ഇതവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പോരാനല്ല, മറിച്ച് അവിടെ നിന്ന് മാറി നിന്ന് എന്താണ് ഈ കത്തുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ എന്ന് അറിഞ്ഞ് എനിക്ക് വിവരം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹുദ്ഹുദ് ഈ കത്തുമായി യമനിലേക്ക്, സഭയിലേക്ക് പോയി. ആ കത്തിലാകെ ഉണ്ടായിരുന്നത് ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ. ഖുർആനാണ് കേട്ടോ ഞാൻ ഈ പറയുന്ന, കഥയല്ല. അതിൽ എഴുതിയിരുന്ന വാക്ക് ഇത്രയേ ഉള്ളൂ. ഇതാണ് വിശുദ്ധ ഖുർആനിലെ 114 അധ്യായത്തിൽ 113 എണ്ണത്തിന്റെ ആദ്യത്തിലെ ബിസ്മി ഉള്ളൂ എന്നും, എന്നാൽ 114 ബിസ്മി സൂറത്ത് ഖുർആനിൽ ഉണ്ടെന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന സൂറത്തിന്റെ നടുക്ക് ഒരു ബിസ്മിയും കൂടി വന്ന അധ്യായമാണ് സൂറത്തുൻ നംൽ. അത് സുലൈമാൻ നബി കത്ത് എഴുതിയപ്പോൾ കത്തിന്റെ പ്രാരംഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയതാണ്. എന്നിട്ട് അതിൽ പറഞ്ഞു, അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ, നിങ്ങൾ എൻ്റെ മേൽ നിഗളിക്കാൻ നിൽക്കരുത്, എൻ്റെ മേൽ ഔന്നത്യം നടിക്കാൻ നിങ്ങൾ നിൽക്കരുത്, കീഴൊതുങ്ങിക്കൊണ്ട് എൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ വരിക. ഇതേ ഉള്ളൂ കത്തിൽ. എത്ര ചുരുക്ക വാചകം, ഒരുപാട് ആശയമുണ്ട് അതിൽ. ആ കത്ത് കൊണ്ടുപോയി ഇട്ടുകൊടുത്തു. ഇട്ടതിന് ശേഷം അവിടെ നടന്ന സംഭവങ്ങൾ ഈ ഹുദ്ഹുദാണ് പിന്നെ വന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അത് കത്തിട്ട് കൊടുത്തിട്ട് പ്രതികരണങ്ങൾ മനസ്സിലാക്കി വിവരവുമായി നീ വരണമെന്നല്ലേ പറഞ്ഞു. അത് പൂർണ്ണമായും അനുസരിച്ച് കത്ത് കൊണ്ടുപോയിട്ട് ആ ദ്വിഭാഷികളുടെ സഹായത്തോടെ ബൽഖീസ് കത്തിലെ വിവരം മനസ്സിലാക്കി, എന്നിട്ട് അവിടെയുള്ള പ്രമുഖന്മാരെ വിളിച്ചിരുത്തിക്കൊണ്ട് പറയുകയാണ്, ഖാലത്ത് യാ അയ്യുഹൽ മലഉ ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം. അല്ലയോ പ്രമുഖരായ വ്യക്തിത്വങ്ങളെ, എനിക്ക് മാന്യമായ ഒരു കഥാപ്രയോഗം ശ്രദ്ധിക്കണം. അന്യനാട്ടിലെ ഒരു രാജാവ് വളരെ ഗൗരവത്തോടു കൂടി എഴുതി കൊടുത്ത ഒരു കത്ത്, ആ കത്തിനെ വിശേഷിപ്പിച്ച വിശേഷണം കിതാബുൻ കരീം, മാന്യമായ ഒരു എഴുത്ത് എന്നാണ്. സത്യത്തിൽ ആ എഴുത്തിൽ ഉൾക്കൊള്ളിച്ചത് എന്താ? നിങ്ങൾ നിഗളിക്കാനോ അല്ലെങ്കിൽ അഹങ്കരിക്കാനോ ഔന്നത്യം നടിക്കാനോ നിങ്ങൾ നിൽക്കരുത്, കീഴൊതുങ്ങി എൻ്റെ അടുക്കലേക്ക് വരണമെന്നാ പറഞ്ഞത്. അതൊക്കെ അവർക്ക് മനസ്സിലായി. പക്ഷെ ആ കൊടുത്തയച്ച കത്തിനോടുള്ള ആദരവ്, അന്യനാട്ടിലെ ഒരു രാജാവ്, ഒരു ഭരണാധികാരി കൊടുത്തയച്ച കത്തിനോടുള്ള മനോഭാവമാണ് ആ വാക്കിലൂടെ വിശുദ്ധ ഖുർആൻ വരച്ച് കാണിക്കുന്നത്. ഒരുപാട് ചിന്തിക്കാനുണ്ട്, പറയാനുണ്ട്, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു കത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, എന്ത് ചെയ്യണം? എന്നിട്ട് അവർ പറയുന്നുണ്ട്, അവരോട് എന്താ പറയുന്നത്? ഞാൻ സ്വന്തം ഒരു തീരുമാനം എടുക്കൂല, നിങ്ങളുമായിട്ട് ആലോചിച്ചിട്ടല്ലേ ഞാൻ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായ അഭിപ്രായം പറയണം, അതിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് കൂടിയാലോചനയുടെ, ഒരു ഭരണാധികാരിയുടെ കൂടിയാലോചനയുടെ ആവശ്യകതയിലേക്ക് ഖുർആൻ വിരൽ ചൂണ്ടുന്നു. അപ്പൊ എന്നിട്ട് അവിടെ അവർ ചർച്ച നടത്തണം. അപ്പം ഈ അഥവാ പ്രമുഖന്മാരായ തൻ്റെ മന്ത്രിസഭയിലെ എന്ന് തന്നെ പറയട്ടെ, ഇന്നത്തെ പ്രയോഗം അനുസരിച്ച് ആ അംഗങ്ങൾ അവർ ഒന്നടങ്കം പറഞ്ഞു, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? നല്ല ആയുധ സജ്ജീകരണം നമ്മുടെ കയ്യിലുണ്ട്, നല്ല സൈന്യമുണ്ട്, നല്ലപോലെ യുദ്ധം ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരുമാണ്, നമുക്ക് അങ്ങനെ തന്നെ നീങ്ങാം എന്നുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ ആ ബിൽഖീസ് രാജ്ഞി പറഞ്ഞ വാക്കുകളാണ് ആദ്യത്തെ വാചകം. എന്താണ്? രാജാക്കന്മാർ, ഭരണാധികാരികൾ ഒരു നാട്ടിൽ യുദ്ധത്തിന് വേണ്ടി കടന്നു വന്നാൽ അവർ ആ നാട് കുട്ടിച്ചോറാക്കും, ആ നാട് അവർ ഫസാദാക്കും. അവിടെ മാന്യന്മാരായി പ്രതാപവാന്മാരായി ജീവിച്ചു കൊണ്ടിരുന്ന ആളുകളൊക്കെ നിന്ദ്യന്മാരും നീചന്മാരും ആർക്കും വേണ്ടാത്തവരുമായി മാറിപ്പോവും.
അങ്ങനൊരവസ്ഥയിലേക്ക് ഞാൻ എൻ്റെ രാജ്യത്തെയും എൻ്റെ ജനങ്ങളെയും കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ആലോചന ഇതാണ്, ഞാൻ കുറച്ച് എന്തെങ്കിലും ഹദിയ കൊടുത്തുവിടാം, പാരിതോഷികം കൊടുത്തുവിടാം. എന്നിട്ട് എന്താണ് ആ പാരിതോഷികം വാങ്ങിയതിന് ശേഷമുള്ള പ്രതികരണം ഒന്ന് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. എത്ര മനോഹരമായ ചിന്ത! ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സ്ത്രീയാണ്, ബൽഖീസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. നമ്മൾ തിരിച്ചറിയണം അവരുടെയൊക്കെ എത്രമാത്രം ആഴത്തിലുള്ള ചിന്ത. അവർ നിലകൊള്ളുന്ന, അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തോടും ആ രാജ്യത്തെ ജനങ്ങളോടുമുള്ള അവരുടെ അങ്ങേയറ്റത്തെ ഇഷ്ടവും സ്നേഹവും, അവർ ജീവിച്ചിരിക്കണമെന്നും ഫസാദ് ഉണ്ടാകരുതെന്നും നാട് സമാധാനത്തിൽ പോകണമെന്നും ഒക്കെയുള്ള അടങ്ങാത്ത ആഗ്രഹം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വചനങ്ങൾക്ക് ഇന്നേറെ പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച്. അതുകൊണ്ടാ അങ്ങനെയാണോ എന്നുള്ള നമ്മൾ ആലോചിച്ച് നോക്കുക. ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ഒന്നും നിൽക്കണില്ല സംഗതി. പക്ഷേ ഇതാണ് ആ ബിൽഖീസ് രാജ്ഞി അന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സുലൈമാൻ നബിയുടെ കാലത്ത് പറഞ്ഞു വെച്ച ആ വാക്കുകളാണ് വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിച്ചിട്ട് ഇന്നും അതിന്റെ പ്രസക്തി വിളിച്ചറിയിക്കുന്നത്. യുദ്ധം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു വിഷയത്തിനും പരിഹാരമല്ല. അത് നാശമാണ്, നാടിന് നാശമാണ്, ജനങ്ങൾക്ക് ദ്രോഹമാണ്. ആ നിലയിൽ അത് പറ്റില്ല. മറ്റ് സമാധാനത്തിന്റെ മാർഗമാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹദിയയും കൊടുത്ത് വിട്ടപ്പോൾ ആ ദൂതൻ ആ ഹദിയയും കൊണ്ട് അവിടെ ചെന്നപ്പോൾ സുലൈമാൻ നബി പറഞ്ഞതാ, നിങ്ങളുടെ സമ്പത്ത് എനിക്ക് ആവശ്യമില്ല. കാരണം എനിക്ക് എൻ്റെ റബ്ബ് നൽകിയിരിക്കുന്ന സമ്പത്ത് ഇതിനേക്കാൾ വലുതാണ്, ഖൈറുള്ളതാണ്, ഉത്തമമാണ്, ഉദാത്തമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ സമ്പത്ത് എനിക്ക് ആവശ്യമില്ല. പക്ഷേ ഞാൻ ആ കത്തിൽ എഴുതിയിരിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ പറ്റാത്ത ഖുർആന്റെ പ്രയോഗം നോക്കില്ല. ആ വരുന്ന സൈന്യത്തെ തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. അങ്ങനെയുള്ള ഒരു സൈന്യമായി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിന്ദ്യന്മാരും നീചന്മാരുമായി നിങ്ങൾ പുറത്താക്കപ്പെടും. ആ അവസ്ഥ ഉണ്ടാക്കണ്ട എന്ന് ഈ ദൂതനോട് ചെന്ന് പറയാൻ വേണ്ടി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു. ആ ദൂതൻ അത് ചെന്ന് പറയുന്നു. അവസാനം ബിൽഖീസ് രാജ്ഞി കീഴടങ്ങി സുലൈമാൻ നബി അടുക്കലേക്ക് വരുന്നു. അതാണ് പിന്നെ ചരിത്രം പറയുന്നത്. അവിടെ അവരുടെ സിംഹാസനം അവിടെ നിന്ന് കൊണ്ടുവരാൻ ആര് കൊണ്ടുവരുമെന്ന് ചോദിക്കുന്നില്ലെങ്കിൽ അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. നമുക്ക് ആവശ്യമുള്ള ഇത്ര ഭാഗം മാത്രമേ ഉള്ളൂ. ആ ബിൽഖീസിന്റെ വാചകം അതെന്നും പ്രസക്തമാണ് എന്ന് നാം മനസ്സിലാക്കുക എന്നത് മാത്രമേ ഉള്ളൂ എന്ന് നാം തിരിച്ചറിയുക. ഇത് വെച്ചുകൊണ്ട് നാം ഇന്ന് നടക്കുന്ന, ലോകത്ത് പലപ്പോഴും നടക്കുന്ന ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഇപ്പൊ ഒരു യുദ്ധം, പശ്ചിമേഷ്യ വീണ്ടും പുകയുകയാണ്. ചെറിയ പുകച്ചിലല്ല പുകയുന്നത്. ആ പുകച്ചില് ലോകത്തെ മുഴുവനും പിടിച്ചു കുലുക്കുന്ന പുകച്ചിലായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ലോകരാഷ്ട്രങ്ങൾക്കുണ്ടാകേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ആമുഖമായിട്ട് ഞാൻ. 20 മാസത്തിലേറെയായി ഒരു ജനതയെ, നിരായുധരായ ജനതയെ കൊന്നൊടുക്കി ഏതാണ്ട് 60,000-ന്റെ അടുക്കൽ എത്തി. കൊന്നൊടുക്കിയവരുടെ കണക്ക് അതിലധികം എത്രയോ വരും. ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന, മരുന്നിന് വേണ്ടി ക്യൂ നിൽക്കുന്ന, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കൊന്നൊടുക്കുന്ന, ചോരക്കൊതി മൂത്തുപോകുന്ന ഇസ്രായേൽ അയൽ രാജ്യമായ ഇറാന് ആക്രമിച്ചു. അപ്പൊ ഇറാൻ സ്വാഭാവികമായും ഏതായിരുന്നാലും ഒസ്സ പോലെയോ ഫലസ്തീൻ പോലെയോ അല്ല ഇറാൻ ഭരിക്കുന്നവരും ഇറാനിലെ വിശ്വാസവും ഒക്കെ പല കാര്യങ്ങളിലും നമുക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ അവര് തിരിച്ചടിച്ച ആ തിരിച്ചടി ചെറുതായിട്ടൊന്ന് തിരിച്ചടിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് വിറക്കാൻ തുടങ്ങി. ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പത്രം വായിക്കുന്ന, വാർത്തകൾ കാണുന്ന നിങ്ങളോട് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതിനൊരു ധൈര്യം കാണിക്കുകയും ഇത്രയും നാൾ ഈ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതിന് ഒരു താക്കീത് കൊടുക്കുകയും ചെയ്യാൻ അവർ മുന്നോട്ട് വന്നത് ഒരു ചില്ലറ കാര്യമായിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ അത് വരുന്നതോടുകൂടി അപ്പൊ യുദ്ധം കൊഴുക്കും, സ്വാഭാവികമാണ്. ആ കൊഴുപ്പ് കണ്ടിട്ട് ആരോടെങ്കിലും ഒക്കെ ഉള്ള വിദ്വേഷവും വെറുപ്പും മനസ്സിൽ വെച്ചുകൊണ്ട്
ഏതെങ്കിലും ഒരു ചേരി ചേർന്ന് നിന്ന് ലോകത്തെ മുഴുവൻ കുരുതി കൊടുക്കാനാണ് ലോക പോലീസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ മുതിരുന്നത് എങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. നിർത്തേണ്ടത് നിർത്തിക്കാൻ കഴിയണം. ഇപ്പൊ G7 ഉച്ചകോടി രാജ്യങ്ങൾ യോഗം ചേർന്നിട്ട് തീരുമാനിച്ച തീരുമാനം ഇസ്രായേലിന് പിന്തുണയാണ്. അതിൽ നമ്മുടെ രാജ്യവും പെട്ടിട്ടുണ്ട്. അത്ഭുതമില്ല എനിക്കതിൽ, അതങ്ങനെ ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾ നോക്കുക, ഇസ്രായേൽ എന്ന് പറയുന്ന ആ വിഭാഗം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അവരുടെ ഈ ക്രൂരത, അവരുടെ ഈ ധിക്കാരം, അവരുടെ ഈ അനുസരണക്കേട്. ഇത് മൂസാ നബിയുടെ കാലത്ത് തുടങ്ങിയതാണ്. ചരിത്രം അതാണ് നമുക്ക് പറഞ്ഞിരുന്നത്. ഖുർആനിൽ ഇവരുടെ ചരിത്രം പറയാത്ത പിന്നെ അധ്യായങ്ങൾ ചുരുക്കമാണ്. അത്രയേറെ പ്രതിപാദിച്ചിട്ടുണ്ട് ഇതിൽ. യുദ്ധ കൊതിയന്മാരാണ് അവർ. ആരെങ്കിലും ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കണം, എന്നിട്ട് ചൊറിഞ്ഞിട്ട് പ്രശ്നം വഷളാക്കിയിട്ട് ആയുധം വിറ്റ് കാശാക്കണം, കൊന്നൊടുക്കണം കുറെ പേരെ, എന്നിട്ട് ഞങ്ങൾ ധീരന്മാരാണെന്ന് വരുത്തണം ലോകത്തിന്റെ മുമ്പിൽ. സത്യത്തിൽ ഭീരുക്കളാണ്, അങ്ങേറ്റത്തെ ഭീരുക്കളാണ്. ഇപ്പൊ വീടിന്റെ ഉള്ളിൽ ഒന്നും ഇല്ലല്ലോ, ഒക്കെ ബങ്കറിന്റെ ഉള്ളിലേക്ക് പോയില്ലേ. എന്തൊരു ധൈര്യമാണത്. ഇപ്പുറത്ത് ഗസയിലാണെങ്കിലോ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ അവരുടെ കയ്യിൽ കിട്ടുന്ന കല്ലും അതുപോലുള്ള കാര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിരോധിക്കുകയാണ്. അവര് മരണത്തെ ഭയന്ന് ഓടുന്നില്ല. ഇവരെ പോലെ മരണത്തെ ഭയപ്പെടുന്ന ഒരു വിഭാഗമില്ല. ഖുർആൻ പറഞ്ഞാണ്, എന്റെ വാക്കല്ലിത്. തന്നെയുമല്ല, ഇവർ അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഞങ്ങളുടെ ബ്ലഡ് ശുദ്ധ ബ്ലഡാണ് എന്നാണ്. ഒരു കലർപ്പുമില്ലാത്ത ശുദ്ധ ബ്ലഡ്. അതാണ് വംശീയതയ്ക്ക് വേണ്ടി ഇവർ പോരാടുന്നത്. ആ ശുദ്ധ ബ്ലഡിന്റെ, ശുദ്ധ രക്തത്തിന്റെ ആളുകളാണ് ജൂതന്മാരെന്ന് അവരവകാശപ്പെടുന്നത് പോലെയാണ് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ അവകാശപ്പെടുന്നത്. ഞങ്ങൾ പരിശുദ്ധന്മാരാണ്, ശുദ്ധന്മാരാണ്. രണ്ടും ഒരേപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതൊക്കെ ഒരുപാട് പറയാനുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഇവർക്ക് യുദ്ധത്തോട് അത്ര ആഗ്രഹമാണ്. ഇന്നല്ല, വിശുദ്ധ ഖുർആൻ 1400 വർഷം മുമ്പ് പറഞ്ഞു, കുല്ലമാ ഔഖദു നാറല്ലിൽ ഹർബ് അത്ഫഅഹ അല്ലാഹു വയസ്ഔന ഫിൽ അർളി ഫസാദൻ വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. സൂറത്തുൽ മാഇദയിലെ 64ാമത്തെ ദൈർഘ്യമുള്ള ഒരു വചനത്തിന്റെ പ്രസക്ത ഭാഗം മാത്രം അവരുടെ യുദ്ധക്കൊതിയെ കുറിച്ച് പറഞ്ഞത്. കുല്ലമാ ഔഖദു നാറല്ലിൽ ഹർബ്, അവർ യുദ്ധത്തിന്റെ തീ ആളിക്കത്തിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അത്ഫഅഹ അല്ലാഹ്, അല്ലാഹു അത് കെടുത്തിക്കളയും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സമാധാനം നിലനിൽക്കുന്നതെന്ന് മനസ്സിലായിക്കോ. അള്ളാഹുവിന്റെ ഇടപെടലുണ്ട്, ഉണ്ടാകും, ഉണ്ടായേ തീരൂ. എന്നിട്ടോ ഭൂമിയിൽ ആകമാനം ഫസാദ് വേണമെന്ന് ആഗ്രഹിക്കുകയാണ് അവർ. അതിന് ശ്രമിക്കും. ഇപ്പുറത്തോട്ടൊന്ന് കുത്തി അവരെ വേദനിപ്പിച്ച് കുറെ അങ്ങോട്ടിട്ട്, അപ്പുറത്തോട്ടൊന്ന് തോണ്ടി അങ്ങോട്ടിട്ട്, അപ്പുറത്തോട്ടൊന്നിട്ട് അങ്ങോട്ടും ഇട്ട്, ഇങ്ങനെ ഫസാദ് മാത്രമാണ് ലക്ഷ്യം. അതാണ് ഈ കാണുന്നതും കേൾക്കുന്നതും മുഴുവൻ. വല്ല സ്വൈര്യവും ആ ഫലസ്തീനികൾക്ക് കൊടുത്തിട്ടുണ്ട് ഇവരെല്ലാം കൂടെ അവിടെ വന്നതിന് ശേഷം? ഫസാദ് അല്ലാതെ വല്ലതും ഉണ്ട്? എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. ഈ കുഴപ്പം ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല, പടച്ചവന് ഇഷ്ടമല്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അതും തീർന്നില്ല. ഇവരുടെ ക്രൂരത, രക്തദാഹികളാണ്. കൊന്നുകൊണ്ടേയിരിക്കണം, എന്നാലേ ജീവിക്കാൻ പറ്റൂ. പ്രവാചകന്മാരെ കൊന്നിട്ടുണ്ട്. പ്രവാചകന്മാരെ മാത്രമല്ല, ജനങ്ങളിൽ നിന്ന് നീതി കൽപ്പിക്കുന്ന, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരെയും കൊന്നൊടുക്കുന്ന ആളുകളാണ് അവർ. ഇപ്പൊ ഇങ്ങോട്ട് നോക്ക്, ഏതോ രാജ്യത്തു നിന്നൊരു പരിസ്ഥിതി പ്രവർത്തക കപ്പലിൽ ഭക്ഷണ സാധനങ്ങളും മരുന്നുകളുമായി ഈ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്ന് കടക്കാൻ അനുവദിച്ചില്ലല്ലോ. കപ്പല് തടഞ്ഞു വിട്ട് തിരിച്ചുവിടാൻ പോകാൻ തയ്യാറാകാത്തവരെ ബന്ധനസ്ഥരാക്കി, നാടുകടത്തി. ഇതൊക്കെ സംഭവിച്ചു. ഖുർആൻ പറഞ്ഞു വെച്ചതാണ് ഇവരെ കുറിച്ച്. അന്ന് ഇന്നും എന്നും ഇനി അവരുടെ സ്വഭാവം ഇത് തന്നെ ആയിരിക്കും. ആ തരം ആൾക്കാരാണ്. അവരുടെ ഈ ധാർഷ്ട്യത്തിന്, ഇത്തരം നീക്കത്തിന് ഒരടി
എവിടുന്നെങ്കിലും കിട്ടിയേ പറ്റൂ. അതിന്റെ തുടക്കമായിരിക്കാം ഇതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ പ്രവാചകന്മാരെ കൊന്നു, സക്കരിയ നബിയെ കൊന്നു, അവര് യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കൊന്നു. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ 2 വട്ടം ശ്രമം നടത്തി, പലപ്പോഴും നടത്തി, 2 വട്ടം ശ്രമം നടത്തി. 2 സന്ദർഭങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്തി. ഒരിക്കൽ കുറെ ആൾക്കാരുമായിരുന്നു ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ആശയവിനിമയം നടത്തി ഇങ്ങനെ ഇരിക്കുന്നതിനിടയിൽ പ്രവാചകന്റെ മുകളിൽ നിന്നൊരു വലിയ പാറക്കല്ല് ഉരുട്ടി പ്രവാചകന്റെ തലയിലേക്കിട്ട് പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചു. വഹയിലൂടെ അല്ലാഹു അറിയിച്ചു, രക്ഷപ്പെട്ടു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആടിന്റെ മാംസത്തിൽ വിഷം കലർത്തി കൊടുത്ത് സൽക്കരിച്ചു പ്രവാചകനെ ഒരു യൂത സ്ത്രീ. കൊല്ലാൻ വേണ്ടി ചെയ്തതാണ്, പക്ഷെ അല്ലാഹു രക്ഷപ്പെടുത്തി. പക്ഷേ ആ സ്ത്രീ നൽകിയ ആ വിഷത്തിന്റെ കാഠിന്യം അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വേളയിൽ പോലും റസൂൽ എടുത്തു പറഞ്ഞു, ആ സ്ത്രീ അന്ന് എനിക്ക് നൽകിയ ആ വിഷത്തിന്റെ രുചി ഇപ്പോഴും തികട്ടി വരുന്നു എന്ന് പ്രവാചകൻ മരിക്കാൻ നേരത്ത് പറഞ്ഞു. ഇതൊക്കെ അവര് ചെയ്തതാണ്, അവര് ചെയ്തുകൊണ്ടേയിരിക്കും. അവരൊരു സംശയം നമുക്കാർക്കും വേണ്ട. ഇതൊക്കെയാണെങ്കിലും ശരി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും വലിയ ഭീരുക്കളെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. അവരുടെ വാദം എന്താ? നെഹ്നു അബ്നാഉല്ലാഹി വഹിബ്ബാഉ, ഞങ്ങൾ അല്ലാഹുവിന്റെ മക്കളാണ്, ഞങ്ങൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ്. ഇതാണ് അവരുടെ വാദം. അതുകൊണ്ട് എന്താണ്, ജൂതമതത്തിലേക്ക് ആരെയും വേണ്ട, മറ്റു മതത്തിൽ നിന്ന് ജൂതമതത്തിലേക്ക് ആരും ചെല്ലാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള പ്രചരണവും ദഅവത്തും ഒന്നും അവർ നടത്തണില്ല. ഈ ഉള്ളവര് തന്നെ മതി, അവരിങ്ങനെ പെറ്റുപെരുകിയാൽ മതി എന്നുള്ള ചിന്ത. ഞങ്ങള് മതി, ഞങ്ങളുടെ ആളുകൾ, ഞങ്ങളുടെ കുടുംബം, ഈ ഒരു ചിന്ത. ഞങ്ങളുടെ രാജ്യം അത് ആരുടെ വെട്ടിപ്പിടിച്ചതായിരുന്നാലും ശരി, ആക്രമിച്ചുണ്ടാക്കിയതായിരുന്നാലും ശരി, ഞങ്ങളുടെ ഈ ഒരു ചിന്തയ്ക്ക് ഊന്നൽ കൊടുത്തു പോകുന്ന ഒരു വിഭാഗം, അതാണ് ഇസ്രായേൽ. അതിന്നും അപങ്കുരം തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ തിരിച്ചറിയണം. 2 കാര്യങ്ങളാണ് എനിക്ക് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, യുദ്ധം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. എത്രയും പെട്ടെന്ന് ഈ തുടങ്ങിയത് അവസാനിക്കണം. ഇല്ലെങ്കിൽ ഈ വലിയ മേനി നടിക്കുന്ന ഇന്ത്യയായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കാൻ പോകുന്ന, ഒരു സംശയം വേണ്ട. ഡീസൽ ഉണ്ടാവില്ല, പെട്രോൾ ഉണ്ടാവില്ല, ഗ്യാസ് ഉണ്ടാവില്ല, ഒരു ചുക്കും ഉണ്ടാവില്ല. ഇവിടെ ഈ പെരുമ നടിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം എത്രയും പെട്ടെന്ന് ഇന്ത്യക്ക് ഒരു നയമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ട് പിന്നെ മീഡിയേറ്ററായി നിന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കുക, അല്ല ഊതിക്കത്തിക്കുന്ന സ്വഭാവമല്ല വേണ്ടത്. അതുപോലെ എല്ലാ രാജ്യങ്ങളും ആ ഒരു ചിന്തയിലേക്ക് വരികയും ഇതിന് തടയിടുകയും സമാധാനവും ശാന്തിയും ലോകത്ത് കളിയാടാനുള്ള വേണ്ടതെല്ലാം ചെയ്യുവാനും സർവശക്തനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഇവരുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാൾ അടുക്കുന്നതുമായി ഉള്ള കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊരു പ്രവചനം ശ്രദ്ധേയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവൂല, ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ്, മുസ്ലിമീങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യുന്നത് വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവൂല. ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ, അങ്ങനെ ജൂതന്മാരെ മുസ്ലിമീങ്ങൾ കൊല്ലും. ഹത്താ യഖ്തബി അൽ യഹൂദിയു, അങ്ങനെ കൊലപാതകം കൊല്ലുന്നത് പേടിച്ച്, മരണത്തെ പേടിച്ച് ഇവരെന്ത് ചെയ്യും?
അവര് ഓടി ഓരോ ജൂതനും കല്ലിന്റെയും മരത്തിന്റെയും പിന്നിൽ പോയി ഒളിച്ചിരിക്കും രക്ഷപ്പെടാൻ വേണ്ടി. ആ സന്ദർഭത്തിൽ ഏത് കല്ലിന്റെ ബേക്കിലാണോ, ഏത് മരത്തിന്റെ പിന്നിലാണോ ഇവർ ഒളിച്ചിരിക്കുന്നത്, ആ കല്ലും മരവും വിളിച്ചു പറയും, യാ മുസ്ലിം, യാ അബ്ദല്ലാ, ഹാദാ യഹൂദിയ്യുൻ ഖൽഫി, തആൽ ഫഖ്തുൽഹു. മരവും കല്ലും പറയുന്ന വാക്കുകളാണ്. എന്താ പറയാ? ഏ മുസ്ലിം, അള്ളാന്റെ അടിമേ, യാ അബ്ദല്ലാ, ദേ എന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നുണ്ട്, ബാ കൊല്ലവനെ എന്നിങ്ങനെ വിളിച്ചു പറയുന്ന ഓരോ മരവും ഓരോ കല്ലും. ആ അവസ്ഥ വരാതെ നിഗളിക്കണ്ടവല്ലാതെ ഈ അവസ്ഥ വന്നിരിക്കും. ചിലപ്പോൾ എനിക്കോ നിങ്ങൾക്കോ കാണാനും കേൾക്കാനും കഴിഞ്ഞെന്ന് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല ഒർക്കത് എന്ന് പറയുന്ന ഒരു കുറ്റിച്ചെടി ഒഴികെ. പ്രവാചകൻ പറയുന്നു, ഫഇന്നഹു മിൻ ശജരിൽ യഹൂദ്, അത് ജൂതന്മാരെ ഇഷ്ടപ്പെടുന്ന മരമാണ്. ഒർക്കത് എന്നാണ് ആ മരത്തിന്റെ പേര്. ഇസ്രായേലിലൊക്കെ പോയവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും. ഒരു തരം കുറ്റിച്ചെടിയാണ്. അത് ഇഷ്ടം പോലെ നട്ടു വളർത്തുന്നുണ്ട്. കാരണം കല്ലും മരവും ഒക്കെ ഞങ്ങൾക്കെതിരായിരിക്കും. പിന്നെ അനുകൂലിക്കുന്നത് ഈ ഒർക്കതേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അത് പരമാവധി നട്ടുപിടിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുകയാണ് പാവങ്ങള്. ഇതൊക്കെ ഹദീസിൽ പരാമർശിച്ചിട്ടുള്ള വിഷയമാണ്. ഇതൊക്കെയാണ് അവസ്ഥ. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നന്മയുടെ പക്ഷം നിൽക്കുക, നേരിന്റെ പക്ഷം നിൽക്കുക. ഇത്തരത്തിലുള്ള അക്രമികളിൽ നിന്ന് മനുഷ്യർക്ക് സുരക്ഷ കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, ആ സന്ദേശം കൈമാറുക. മലിക്കുൽ ജബ്ബാറായ അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും നേരിന്റെ ഒപ്പം നിൽക്കാനും നെറികേടിനെതിരെ നിലക്കൊള്ളാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർക്കും അതുപോലെ തന്നെ ഓപ്പറേഷന് വിധേയരാകുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ, ആശുപത്രിയിൽ കഴിഞ്ഞുകൂടുന്ന രോഗികൾക്ക് വേണ്ടി ശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത്, 11 വയസ്സുള്ള ഒരു കുട്ടി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് അടുത്ത ആഴ്ച വിധേയനാകുകയാണ്. ആ കുട്ടിക്ക് മജ്ജ നൽകുന്നത് 1 വയസ്സുള്ള ആ കുട്ടിയുടെ അനുജനാണ്. ആലോചിച്ചു നോക്ക്. 2 കുഞ്ഞുമക്കൾ. ജ്യേഷ്ഠന്റെ മജ്ജ യോജിക്കുന്നത് ഈ 1 വയസ്സുള്ള കുട്ടിയുടെ മജ്ജയാണ്. അതിന് തീരുമാനിച്ചവർ മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെ വലിയ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മകന്റെ ഓപ്പറേഷൻ വിജയപ്രദമാക്കി കൊടുക്കുകയും ആ കുഞ്ഞുമകന്റെ ആരോഗ്യം നൽകി അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആ കുടുംബത്തിന് സന്തോഷം പ്രദാനം ചെയ്യുന്ന മക്കളായി 2 പേരെയും കിട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകുക. അതുപോലെ ആശുപത്രിയിൽ കഴിഞ്ഞുകൂടുന്ന പലരും, ആരുടെയും പേര് പരാമർശിക്കുന്ന എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട്. വിളിച്ചു പറഞ്ഞവരും മെസ്സേജ് നൽകിയവരെല്ലാവരും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ അത്തരം രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നാം ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.